താനും കുടുംബവും ഇനി എവിടെയും അലഞ്ഞു തിരിഞ്ഞു നടക്കണ്ട. കൃഷ്ണയും ശാന്തിയും താമസിച്ചിരുന്ന വീടില്ലേ, അത് തനിക്കും കുടുംബത്തിനും വേണ്ടി ഞാൻ വാങ്ങാനാ തീരുമാനിച്ചിരിക്കുന്നത്. താൻ ആ സിറ്റി വിട്ടേക്കടോ. ഇവിടെ ഈ നാട്ടിൻ പുറത്ത് ഞങ്ങളുടെ കൂടെ കൂടാം. എടോ, താൻ ആ കാര്യങ്ങളൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്യും. അനിയൻ സാറിന് പണത്തിന് എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടോ തോന്നുന്നു. എന്താ? അതങ്ങനെയാ സാർ, ഇതിനു മുമ്പ് പല പ്രോപ്പർട്ടി ഇടപാടുകളിലും നമ്മളത് കണ്ടിട്ടുള്ളതല്ലേ. എഗ്രിമെന്റിന് നമ്മളൊരു ദിവസം പറയും, അതിനു മുൻപേ അവർക്ക് പണം ആവശ്യമാണെങ്കിൽ അവരെന്തൊക്കെയാ പറയാറ്? ചിലപ്പോ ഒരു നല്ല ദിവസത്തിന്റെ കാര്യം പറയും, ചിലപ്പോ ഒരു യാത്ര പോവുകയാണ്, ഇടപാട് നടത്തണം എന്ന് പറയും. അല്ലാതെ സമ്പന്നരായ ആളുകൾക്ക് എനിക്ക് പണത്തിന് ആവശ്യമുണ്ട് എന്നൊരു വാചകം പറയാൻ പറ്റില്ലല്ലോ. എന്തായാലും നമുക്കെന്താണോ, നമ്മള് ഏത് നിമിഷവും എഗ്രിമെന്റ് എഴുതാൻ അഡ്വാൻസ് കൊടുക്കാനും തയ്യാറായിരിക്കല്ലേ. സാറ് വരട്ടെ, കൈയോടെ ഇന്ന് തന്നെ അതങ്ങ് തീർത്തേക്കാം. സാറ് പെട്ടെന്ന് എത്തുവോ? ഏയ് ഇല്ല, 10-20 മിനിറ്റ് കഴിഞ്ഞ് അവിടുന്ന് പുറപ്പെടാന്നാ പറഞ്ഞേ. തനിക്ക് അത്രയും സമയമുണ്ട്. പക്ഷെ അത്രയും സമയം ഉണ്ടെന്ന് കരുതി ഉഴപ്പിക്കളയരുത്. എന്റെ പൊന്നു സാറേ, സാറിന്റെ മുന്നിൽ ഉഴപ്പിക്കഴിഞ്ഞാല് അതിന്റെ ഫലം എന്താന്ന് എനിക്ക് നന്നായിട്ട് അറിഞ്ഞൂടെ? അതുകൊണ്ട് സാറ് പേടിക്കണ്ട, എഗ്രിമെന്റ് ഒക്കെ മേശപ്പുറത്ത് റെഡി ആയിരിക്കും. ഓക്കെ. ചേച്ചി, നമ്മൾ എവിടേക്കാ പോകുന്നേ? മാം എന്നോടൊന്നും പറഞ്ഞില്ല. എന്നോട് റെഡിയാവാൻ പറഞ്ഞു. എന്താ കാര്യമൊന്നും പറഞ്ഞില്ല. എന്നോടും പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല. സാധാരണ മാം പറയാറുള്ളതാ. മോള് റെഡിയായോ? എങ്ങോട്ടാ മമ്മി നമ്മൾ പോകുന്നത്? ആദ്യം നമുക്ക് ഫുഡ് കഴിക്കാം, എന്നിട്ട് പെട്ടെന്ന് ഇറങ്ങാം. എന്താ മോളെ? മമ്മി പറയണ്ട, നമ്മൾ എവിടേക്കാ പോകുന്നതെന്ന് എനിക്ക് മനസ്സിലായി. എന്നെയും കൊണ്ട് കളരിക്കലിലേക്ക് പോകാനല്ലേ മമ്മി ഉദ്ദേശിക്കുന്നത്? എനിക്ക് വേണ്ടി ഇനി മമ്മി അവരുടെ മുന്നിൽ തല താഴ്ത്തി നിൽക്കണ്ട. എനിക്കത് സഹിക്കില്ല. നമ്മൾ കളരിക്കിലേക്കാ പോകുന്നത് നിന്നോട് ആരാ പറഞ്ഞേ? മമ്മി, ഇത് എന്റെ വിധിയാ. ഇത് ഞാൻ അനുഭവിച്ചോളാം. മോളുടെ ജീവിതം വിധിക്ക് വിട്ടുകൊടുത്തിട്ട് മമ്മിയാണെന്ന് പറഞ്ഞ് എനിക്ക് ഇവിടെ ഇരിക്കാൻ പറ്റുമോ? സ്വന്തം മകളുടെ ജീവിതം സെക്യൂർ ആക്കാൻ പറ്റിയില്ലെങ്കിൽ സിതാര ശ്രീനിവാസ് പിന്നെ എന്ത് നേടിയിട്ടെന്താ? സിനി, ഓഫീസ് കാര്യങ്ങൾ അടക്കം ഞാനിവിടെ തിരിച്ചെത്തുന്നത് വരെ ഒരു കോള് പോലും എനിക്ക് വരാൻ പാടില്ല. ഓക്കെ മാം. മമ്മി എന്താ ഉദ്ദേശിക്കുന്നതെന്ന് പറയൂ. ഒന്നുമില്ല മോളെ, നമ്മളൊന്ന് പുറത്തു പോകുന്നു. നിനക്ക് ഇഷ്ടമുള്ള എവിടെയാണോ അവിടെ ചൂസ് ചെയ്യാം. നമുക്ക് രണ്ടുപേർക്കും മനസ്സൊക്കെ ഒന്ന് ഫ്രഷ് ആക്കാം. എന്നിട്ട് നീ ഓക്കെ ആണെന്ന് എനിക്ക് ബോധ്യപ്പെടുമ്പോൾ ഞാൻ നവീനെ വിളിച്ചു വരുത്തും. അവിടെ വെച്ച് നിങ്ങൾ രണ്ടുപേരും തമ്മിലുള്ള പ്രശ്നങ്ങളെല്ലാം പറഞ്ഞു തീർത്തിരിക്കണം. മമ്മി, ഇവിടെ വെച്ച് വേണമെങ്കിൽ പറഞ്ഞു തീർക്കാം, വേണമെങ്കിൽ കളരിക്കലും ആവാം. പക്ഷെ ഈ രണ്ടിടത്തും നിങ്ങൾ മാത്രമായിരിക്കില്ല. കേട്ടു നിൽക്കുന്നവരുടെ എല്ലാവരുടെയും രീതിക്കനുസരിച്ച് നിങ്ങളുടെ സംസാരവും മാറും. ഞാൻ ഉദ്ദേശിക്കുന്നത് നീയും നവീനും മാത്രമായിട്ട് സംസാരിക്കുന്നുള്ളതാ. അതിനിടയിൽ എന്റെ കൂടെ ആവശ്യമില്ല. പരസ്പരം സ്നേഹിക്കുന്ന രണ്ടുപേര് അവരുടെ ഇടയിലുള്ള പ്രശ്നങ്ങൾ പറഞ്ഞു തീർക്കുന്നു, അത്രേ ഉള്ളൂ. മാം പറയുന്നത് ഒരു നല്ല മാറ്റമല്ലേ ഗാഥ മാഡം? നിങ്ങൾ രണ്ടുപേരും കാര്യപ്രാപ്തിയുള്ളവരാണല്ലോ. നിങ്ങൾക്ക് പരിഹരിക്കാൻ കഴിയാത്ത എന്താ ഉള്ളത്? മമ്മിക്കറിയാവുന്ന മാർഗങ്ങളെല്ലാം നോക്കും. എന്റെ നഷ്ടപ്പെട്ട ലൈഫല്ല, നിനക്ക് നേടാനുള്ള ലൈഫിനെ കുറിച്ചാണ് എന്റെ ചിന്ത. താങ്ക്സ് മമ്മി. മമ്മി കൂടെ ഉള്ളത് കൊണ്ട് മാത്രമാണ് ഞാനിങ്ങനെ പിടിച്ചു നിൽക്കുന്നത്. നമസ്കാരം സാറേ. നമസ്കാരം മോളെ. ദുബായ് മാമ, എന്തൊക്കെയുണ്ട് വിശേഷം? വിശേഷം എന്താണെന്ന് സാറിനല്ലേ അറിയുള്ളൂ. സാർ എന്നോട് അത്യാവശ്യമായിട്ട് ഇങ്ങോട്ട് വരണമെന്ന് പറഞ്ഞു. താനിങ്ങ വന്നേ. എന്താ സാറേ? ഇത് പിടിക്ക. ഇത് കൃഷ്ണയുടെ ലോട്ടറി കടയുടെ താക്കോല. ഇനി ഇത് തനിക്കുള്ളതാ. സാറേ,
ഇത് ഞാനും കൃഷ്ണമോളോട് ഒന്നിച്ചെടുത്ത തീരുമാനമാണ്. താനും കുടുംബവും ഇനി എവിടെയും അലഞ്ഞു തിരിഞ്ഞ് നടക്കണ്ട. കൃഷ്ണയും ശാന്തിയും താമസിച്ചിരുന്ന വീടില്ലേ, അത് തനിക്കും കുടുംബത്തിനും വേണ്ടി ഞാൻ വാങ്ങാനാ തീരുമാനിച്ചിരിക്കുന്നത്. താൻ ആ സിറ്റി വിട്ടേക്കടോ. ഇവിടെ ഈ നാട്ടിൻ പുറത്ത് ഞങ്ങളുടെ കൂടെ കൂടാം. അയ്യോ സാറേ, എനിക്കിതൊന്നും വേണ്ട. അതിന് ഞാൻ എന്ത് ചെയ്തിട്ടാ? ദൈവം ചെയ്യാനുള്ളത് പകരം ചെയ്തവനാ താൻ. എൻ്റെ മോളെയും അവളുടെ അമ്മയും കൂടെ നിർത്തിയതും സഹായിച്ചതും മുന്നോട്ട് പോകാനൊരു വഴിവെട്ടി കൊടുത്തതൊക്കെ താനും തൻ്റെ ഭാര്യ സുനന്ദയും ചേർന്ന. അതിനേക്കാൾ വിലപ്പെട്ടൊരു സഹായം എനിക്ക് വേറെ ആരും ചെയ്യാനില്ലടോ. എന്നാലും സാറേ, ശാന്തി സഹോദരനായിട്ടല്ലേ തന്നെ കാണുന്നേ, അപ്പൊ താൻ എനിക്ക് സഹോദരൻ തന്നെ. ഇത് തനിക്കുള്ളൊരു സമ്മാനമായിട്ട് കണ്ടാൽ മതി. ഗോപാലമാമ, വേണ്ടെന്നൊന്നും പറയണ്ട. നമ്മളൊന്നിച്ച് ഗോപാലമാമയുടെ വീടിന്റെ ഉമ്മർത്തിരിക്കുമ്പോ എന്താ പറയാറ്? എന്നെങ്കിലും എവിടെയെങ്കിലും സ്വസ്ഥതയുള്ളൊരു സ്ഥലത്ത് എത്തുകയാണെങ്കിൽ നമ്മളെല്ലാരും കൂടി അവിടെ ഉണ്ടാവുന്നല്ലേ? ഇതാണ് ആ സ്ഥലം. സുനന്ദേച്ചി എനിക്കും അമ്മയ്ക്കും വേണ്ടി കണ്ടെത്തിയ സ്ഥലം. നമുക്കിവിടെ സമാധാനമായിട്ട് ജീവിക്കാം. ഗോപാല, അതിരിക്കട്ടെ. സാറ് സ്നേഹത്തോടെ തരുന്നതല്ലേ, വേണ്ടെന്നൊന്നും പറയരുത്. ദൈവത്തിന്റെ ചുമതല ഞാൻ ചെയ്തു എന്നൊക്കെ സാറ് പറഞ്ഞു. എന്നാ ഞാൻ ദൈവത്തിനെ നേരിട്ട് കണ്ടത് ഇപ്പഴാ സാറേ, സാറിന്റെ രൂപത്തിൽ. ഏയ്, ഈ വെയിലും കൊണ്ട് അലഞ്ഞു നടക്കുന്നതിനിടയിൽ എന്നെങ്കിലും കുറച്ചുനാൾ സ്വസ്ഥമായി ജീവിക്കാൻ പറ്റുമോ സുനന്ദ എന്ന് ഞാൻ അവളോട് ചോദിക്കാറുണ്ടായിരുന്നു. പിന്നെ കുറെ നേരം ഞങ്ങൾ മിണ്ടാതിരിക്കും. ഗതിയില്ലാത്തവരുടെ മിണ്ടാട്ടം മുട്ടിയുള്ള ഇരിപ്പ്. ഗോപാല, താൻ ഇനി പറഞ്ഞ് കരയാൻ നിൽക്കണ്ട. അതേ, നമ്മളൊക്കെ ഒരു കുടുംബമാണെന്ന് അങ്ങ് ചിന്തിച്ചാൽ മതി. അപ്പൊ ഇത് തന്റെ അവകാശമാ. ഗോപാലിനൊരു പാവം ആയതുകൊണ്ടാ കരയുന്നേ. അപ്പോ താൻ തീരുമാനിച്ചില്ലേ, ഇങ്ങോട്ടേക്ക് പോരുമല്ലേ? അതെന്തൊരു ചോദ്യാ സാറേ. സാറിന്റെ ഇവരുടെയും കൂടെയൊക്കെ നിൽക്കാന്ന് പറഞ്ഞാൽ തന്നെ അതൊരു ഭാഗ്യല്ലേ? എന്നാ പിന്നെ താൻ അതിനുള്ള ഏർപ്പാടുകളൊക്കെ ചെയ്തോ. ഞങ്ങൾക്ക് ഇന്നൊരു യാത്രയുണ്ട്. മാഡം, എന്താ മാഡം? കാര്യങ്ങളൊക്കെ കൈവിട്ടു പോവാണല്ലോ മൂർത്തി. മകളെ തിരിച്ചു കിട്ടിയ ശ്രീനിവാസ് ഇപ്പൊ മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും അതിശക്തനാ. ഈ നിലയ്ക്ക് മുന്നോട്ടു പോയാ നമ്മൾ പ്രതീക്ഷിച്ചതൊന്നും നടക്കില്ല. മനസ്സിലായി മാഡം.